പാചകവാതകത്തിന് വില കുറയും. യുഎസുമായി ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ. പാചകവാതകത്തിന്റെ ഇറക്കുമതി ഇനി യുഎസിൽ നിന്നും. യുഎസുമായി ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ രംഗത്തെ സുപ്രധാന നീക്കമാണിതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി പറഞ്ഞു. യുഎസ് ഗൾഫ് കോസ്റ്റിൽ നിന്ന് ഏകദേശം 2.2 ദശലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു വർഷത്തേക്കാണ് കരാർ. LPG ഇറക്കുമതി ചെയ്യുന്നതിന് യുഎസുമായി ആദ്യമായാണ് ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ കരാറിൽ ഏർപ്പെടുന്നത്. നിലവിൽ ഇന്ത്യ തങ്ങളുടെ LPG ആവശ്യകതയുടെ വലിയൊരു ഭാഗം സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ കരാറോടെ ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതിയുടെ 10% LPG യുഎസ് ഗൾഫ് കോസ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തും. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ വിതരണക്കാരെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകൾ, ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലെ വിതരണ തടസ്സങ്ങൾ കുറയ്ക്കാനും ഈ നീക്കം ഇന്ത്യയെ സഹായിക്കും. വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്ന വിപുലമായ ലക്ഷ്യവുമായി ഇത് യോജിക്കുന്നു. യുഎസിൽ നിന്നുള്ള LPGക്ക് നിലവിലെ വിപണി സാഹചര്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് വിതരണത്തേക്കാൾ ടണ്ണിന് $20-30 വരെ വിലക്കുറവ് ഉണ്ടായേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പോലുള്ള സബ്സിഡി പദ്ധതികളിലെ ചിലവ് നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ഈ കരാർ യുഎസുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയും വ്യാപാര അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതേസമയം സാധ്യമായ വെല്ലുവിളികളെങ്കിലും ഈ നീക്കത്തിന് ചില വെല്ലുവിളികളുമുണ്ട്. യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൈർഘ്യമേറിയ ഷിപ്പിംഗ് റൂട്ട് കാരണം ചരക്ക് കൂലിയും ലോജിസ്റ്റിക്കിലെ കാലതാമസവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നിലവിലെ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കാനോ കരാർ വ്യവസ്ഥകൾ പുനഃക്രമീകരിക്കുന്നതിനോ കാരണമായേക്കാം. എങ്കിലും പ്രതിവർഷം 5-6% എന്ന നിരക്കിൽ വളരുന്ന ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന LPG ആവശ്യകത മുൻകൂട്ടി കണ്ട് വിതരണം ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഈ കരാറിനെ വിദഗ്ധർ വിലയിരുത്തുന്നത്.